friends, welcome to Salem Banking. IBPS POയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം ഓഗസ്റ്റ് 17, 23, 24 തീയതികളിലാണ്. അപ്പോൾ ഞങ്ങൾ ബിഗിനർ ആണ്. റീസണിങ്ങിന് എന്തൊക്കെ പഠിക്കണം എന്നറിയില്ല. ഞങ്ങൾ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ ഞങ്ങൾക്ക് പ്രിലിംസ് നന്നായിട്ട് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ കുറേ അധികം ഡൗട്ട്സ് ആണ് ഒരുപാട് ആസ്പിറൻസ്. അപ്പൊ റീസണിങ് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് IBPS POയ്ക്ക് എഴുതാൻ പറ്റും? എന്തൊക്കെ ടോപ്പിക്സാ പഠിക്കേണ്ടത്? നന്നായിട്ട്. അത് മാത്രമല്ല, ഇപ്രാവശ്യത്തെ ഒരു കാര്യമുണ്ട്, നമ്മുടെ റീസണിങ്ങിന് ശരിക്കും വെയിറ്റേജ് കൂടി അല്ലെ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35 ഉള്ളെങ്കിലും നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് 40 IBPS POയുടെ പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ വന്നപ്പോൾ നമുക്ക് പ്രിലിംസിന് 3 സബ്ജക്റ്റാ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്, 20 മിനിറ്റ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നപ്പോൾ 35 ക്വസ്റ്റ്യനും, പക്ഷെ നമുക്ക് 30 മാർക്കേ ഉള്ളൂ. പക്ഷെ ആ കുറഞ്ഞ 5 മാർക്ക് അവരെവിടെ കൂട്ടി? നമ്മുടെ റീസണിങ്ങിലേക്ക് കൂട്ടി അല്ലെ. 40 മാർക്കായി, 35 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മുടെ റീസണിങ്ങിന്റെ വെയിറ്റേജ് കൂടി. അപ്പൊ എങ്ങനെ പഠിക്കണം? കൂടുതൽ മാർക്ക് എന്തായാലും റീസണിങ്ങിനാ. അപ്പൊ റീസണിങ്ങിന് ഒരു അടിപൊളി സ്ട്രാറ്റജി നമുക്ക് വേണ്ടേ? എങ്ങനെ എക്സാം എഴുതണം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. എവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത? ഇപ്പൊ മാർക്ക് കൂടിയില്ലേ, പക്ഷെ ടൈം ആകെ 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറേ അധികം കൺസേൺസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെ റീസണിങ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, യെസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു IBPS POയുടെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17 സ്റ്റാർട്ട് ചെയ്യാണ്. 17, 23, 24 അല്ലെ. അപ്പൊ ഓൾമോസ്റ്റ് ഇനി നമ്മളുടെ കയ്യിൽ ഒരു 30+ ഡേയ്സ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ അല്ലെ. 30ലധികം ദിവസം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഈ 30 ദിവസം കൊണ്ട് നമുക്ക് ടോപ്പിക്സ്, ഇപ്പൊ ഇതുവരെ ഒന്നും അറിയാത്തവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പോലും അറിയില്ല. അപ്പൊ എനിക്ക് പഠിച്ചു തുടങ്ങിയാൽ എനിക്കിത് എഴുതാൻ പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം. നമുക്ക് ഓരോരോ ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ട് ഇതൊക്കെ പഠിക്കാൻ എത്ര ദിവസം, അല്ലെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. പിന്നെ സ്പീഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടോപ്പിക്സ് പഠിക്കാൻ എന്തായാലും ഇത്രയും ദിവസം മതിയാകും, ഷുവറാ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് ഇതിന് മാത്രമല്ല, ഇത് കഴിഞ്ഞു വരുന്ന എല്ലാ എക്സാംസിനും നമുക്ക് എന്തായിരിക്കും? ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ നമുക്ക് റീസണിങ് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. റീസണിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ സിലബസ് ഫോർ ബാങ്ക് എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്, ഓരോ ടോപ്പിക്സിന്റെയും വെയിറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്സിൽ നിന്നും പ്രിലിംസിന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, മെയിൻസിന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എത്ര മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ വക കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി ഓരോ ടോപ്പിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നല്ല, ഏത് സബ്ജക്റ്റിന്റെ ആണെങ്കിലും എക്സാമിന് മുന്നേ നമ്മൾ അതിന്റെ എൻറ്റയർ സിലബസ് മനസ്സിലാക്കിയിരിക്കണം. ഓരോ ടോപ്പിക്കിന്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കണം. റീസണിംഗ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ലോജിക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. അത് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി, റൈറ്റ് അപ്രോച്ചോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് തന്നെയാണ് നമ്മളുടെ റീസണിംഗ്. ബാങ്ക് എക്സാമിനാണ് റീസണിംഗ് ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, പഠിക്കേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ റീസണിംഗ് ഈസി സബ്ജക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പ്രിലിംസ് എന്ന കടമ്പയാണല്ലോ, ആദ്യം നമുക്ക് പ്രിലിംസിന്റെ കാര്യം പറഞ്ഞിട്ട് മെയിൻസിലേക്ക് കടക്കാം. പ്രിലിംസിന്റെ ടോപ്പിക്സിനെ ഞാൻ എപ്പോഴും 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാറുണ്ട്. നമുക്ക് മിസ്ലേനിയസ് ടോപ്പിക് എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നും. കഴിഞ്ഞ വർഷം വരെ നമുക്ക് 35 ക്വസ്റ്റ്യനും 35 മാർക്കും ആയിരുന്നു. ആ 35 ക്വസ്റ്റ്യൻസിൽ 20 മാർക്സിന് വരെ ചോദിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒന്ന് നോക്കിക്കേ, 35ൽ 20 മാർക്സിന് വരെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് നമ്മളുടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. 50% കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ആ ആളെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടേക്കുന്നത്. എങ്കിൽ വേണ്ടാത്ത ടോപ്പിക്കാണോ ഈ മിസ്ലേനിയസ്? അങ്ങനല്ല, വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്. ഇതിന്റെ സബ് ഡിവിഷൻസ് ഇനി വരുന്നതേ ഉള്ളൂ, അത് പറയാം, അതിലേക്ക് നമുക്ക് വരാം. ഈ ആളെ മാത്രം എന്തുകൊണ്ടാണ് മാറ്റി ഇട്ടിരിക്കുന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. വെയിറ്റേജ് കൂടുതലാ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഈ കൊല്ലം 35 ക്വസ്റ്റ്യനും
ഈ കൊല്ലം 35 ക്വസ്റ്റ്യനും പക്ഷെ മാർക്ക് വന്നപ്പോഴത്തേക്കിന് 40 മാർക്കാണല്ലോ. അപ്പൊ പാറ്റേണിൽ വ്യത്യാസം വരുമോ അതോ പസിൽസ് തന്നെ ആയിരിക്കുമോ ചോദിക്കുക കൂടുതൽ? നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു എക്സ്ട്രാ പസിൽ ചോദിച്ചാൽ മതി. പക്ഷേ ഈ പസിൽസിൽ 5 സബ് ക്വസ്റ്റ്യൻസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പം 20 മാർക്ക് എന്ന് പറയുമ്പോൾ 4 പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും വരിക. ഒരു പസിലിൽ നിന്ന് 5 സബ് ക്വസ്റ്റ്യൻ, അങ്ങനെ 20 മാർക്ക്. ബാക്കി 15 മാർക്കിനായിരുന്നു നമ്മളുടെ മിസ്ലേനിയസ് വരിക. അപ്പൊ 20, 15, 35 ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യനും മാർക്കും കഴിഞ്ഞ വർഷം വരെ സെയിം ആയിരുന്നു. ഈ പ്രാവശ്യം അങ്ങനല്ല. 35 ക്വസ്റ്റ്യന് 40 മാർക്കും. അപ്പൊ ചില ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പസിലായിരിക്കാം കൂടുതൽ ചോദിക്കുക, ചിലപ്പോൾ ഇതിൽ നിന്നുള്ള മിസ്ലേനിയസ് തന്നെ ആയിരിക്കാം കൂടുതൽ ചോദിക്കുക. നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് പറയാൻ പറ്റില്ല ഏതായിരിക്കും കയറി ചോദിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, 20 മിനിറ്റേ നമുക്ക് സമയമുള്ളൂ. ടൈം എന്ന് പറയുന്നത് നമുക്ക് 20 മിനിറ്റ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 20 മിനിറ്റ്സ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കുറേ നാളുകൾക്കൊക്കെ മുന്നേ പ്രിലിംസിന് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കുറേ നാളായിട്ട് 3-4 കൊല്ലമായിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല. 3-4 കൊല്ലമായിട്ട് ചോദിക്കുന്നില്ല. ഇനി ഈ കൊല്ലം അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ബട്ട് നമ്മൾ എല്ലാത്തിനും എന്തായിരിക്കാം, പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അപ്പൊ മിസ്ലേനിയസിനകത്തിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്? മിസ്ലേനിയസിനകത്തിൽ അപ്പൊ ആദ്യം നമുക്ക് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരുന്നതിന് മുന്നേ മിസ്ലേനിയസ് ടോപ്പിക്സിൽ നിന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രിലിംസിന് മിസ്ലേനിയസിൽ നിന്ന് 6 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആകെ ഒരു 30+ ഡേയ്സാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എത്ര ദിവസം വേണോ നോക്കാം ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ചെടുക്കാൻ. ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് നമ്മളോട് 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കൊല്ലം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടാൻ ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് പാറ്റേണിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ജനറലി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, ഡയറക്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഈ ഡയറക്ഷൻ ടെസ്റ്റ് പഠിക്കാൻ നമ്മൾ വിചാരിച്ച ഒരു ദിവസം മതി. ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഓരോന്നിനും ഇപ്പൊ നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് 1 person വിത്ത് റെസ്പെക്ട് ടു അനദർ പേഴ്സൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 points. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മളോട് പ്രിലിംസിന് ചോദിക്കുക. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇതേപോലെ ഓരോ ടോപ്പിക്സിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിലിംസിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ദിവസം ഇപ്പൊ നാളെ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചോ. ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ടു, നാളെ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ഡയറക്ഷൻ ടെസ്റ്റ് പഠിക്കുക. ഓക്കെ, അന്നത്തെ ദിവസം ഡയറക്ഷൻ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ അടുത്ത ദിവസം നമ്മൾ ബ്ലഡ് റിലേഷൻ പഠിച്ചു, രണ്ടാമത്തെ ദിവസം. ഓക്കെ, അതിനും ഓൾമോസ്റ്റ് 1 to 3 ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം 3 ക്വസ്റ്റ്യൻസ് ആണ് ബ്ലഡ് റിലേഷനിൽ നിന്നൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ഇപ്രാവശ്യം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൂടാം, കാരണം 40 മാർക്കായില്ലേ, അപ്പൊ ചിലപ്പോൾ കൂടാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ബ്ലഡ് റിലേഷൻ പഠിച്ചു. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യനും ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം ഇന്നിക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുക. ഇന്നിക്വാളിറ്റി ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വീതമാണ് മിക്ക ഷിഫ്റ്റിലും ചോദിക്കുക. ഓക്കെ, വളരെ എളുപ്പത്തിൽ 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള മെത്തേഡ്, അതും പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും സഹായമില്ലാതെയുള്ള മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് യൂട്യൂബിൽ തന്നെ ഞാൻ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ചാനലിൽ ഇന്നിക്വാളിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മൂന്നാമത്തെ ദിവസം. പക്ഷെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചത് ഇന്നിക്വാളിറ്റി ആണെങ്കിലും അന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്നിക്വാളിറ്റിയും പ്രാക്ടീസ് ചെയ്യണം, ഡയറക്ഷൻ ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യണം, ബ്ലഡ് റിലേഷനും പ്രാക്ടീസ് ചെയ്യണം. 3 ദിവസം കൊണ്ട് 3 ടോപ്പിക്കായോ? ഇതൊക്കെ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മെത്തേഡ്സ് മനസ്സിലാക്കുക. സ്പീഡ് കൂടണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ആദ്യം കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് സ്പീഡിന്റെ പുറകിൽ ഓടിയിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങൾ അപ്പോൾ സ്പീഡ് അല്ല നോക്കേണ്ടത്. നിങ്ങൾ നന്നായിട്ട് ആദ്യം ആ ടോപ്പിക്കിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നതിനും എളുപ്പത്തിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്പീഡ് കൂടും. അടുത്ത ദിവസം 4ാമത്തെ ദിവസം കോഡിംഗ് ഡീകോഡിംഗ്. നമുക്ക് പ്രിലിംസിന് ചൈനീസ് കോഡിംഗ് മാത്രമാണ് ചോദിക്കുക. അതിന്റെയും വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെയും വീഡിയോ കിട്ടും. അപ്പം 4ാമത്തെ ദിവസം ചൈനീസ് കോഡിംഗ് പഠിച്ചു, അത് പ്രാക്ടീസ് ചെയ്തു. കൂടാതെ നേരത്തെ പഠിച്ച ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, ഇന്നിക്വാളിറ്റി. അപ്പം 4 ദിവസമായപ്പോൾ 4 ടോപ്പിക്ക് സെറ്റ് ആയില്ലേ? അടുത്ത ദിവസം നിങ്ങൾ ആൽഫ ന്യൂമറിക് സീരീസ് പഠിക്കുക.
ആൽഫ ന്യൂമറിക് സീരീസിൽ തന്നെ പല ടൈപ്പ് ഓഫ് സീരീസ് ഉണ്ട്. മിക്സഡ് സീരീസ് ഉണ്ട്, നമ്പർ ടെസ്റ്റ് ഉണ്ട്, ആൽഫബറ്റ് ടെസ്റ്റ് ഉണ്ട്. ഈ 3 ടൈപ്പും നിങ്ങൾ ആ ദിവസം പഠിക്കണം, മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അന്ന് അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ നേരത്തെ പഠിച്ച 4 ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത 6ാമത്തെ ദിവസം നിങ്ങൾ സിലോജിസം പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ സിലോജിസം. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 4 ടോപ്പിക്ക് ഈ 5 ടോപ്പിക്ക് പഠിച്ചതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സിലോജിസത്തിൽ മാസ്റ്റർ ആവാനൊന്നും പറ്റില്ല. കാരണം നമുക്കൊരു 6 സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. സിലോജിസത്തിന്റെയും ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എയ്തർ ഓർ കേസ് വരെ എയ്തർ ഓർ കേസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി 4 കേസ് വരെ യൂട്യൂബിൽ സൈലന്റ് ബാങ്കിങ്ങിന്റെ ചാനലിൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിൽ എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ ടെസ്റ്റ് മാത്രമാണ്. ബ്ലഡ് റിലേഷന്റെ ബേസിക് കോൺസെപ്റ്റ്സിന്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ടെസ്റ്റ് മാത്രമാണെന്ന് തോന്നുന്നു മിസ്ലേനിയസ് ടോപ്പിക്സിൽ ഞാൻ ചെയ്യാത്തത്. അതും ചെയ്യാം, വഴിയെ ചെയ്യാം. ഈ 6 മിസ്ലേനിയസ് ടോപ്പിക്കും നിങ്ങൾ 6 ദിവസം എടുക്കുക. സിലോജിസത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡേയും കൂടെ എടുത്തെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഈ മിസ്ലേനിയസ് ടോപ്പിക്ക് തീർക്കാൻ ഞാൻ ഒരു 7 ദിവസം സമയം തരാം. അല്ലെ, ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ മിസ്ലേനിയസ് ടോപ്പിക്സ് ഉറപ്പായിട്ടും അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എവിടെ വ്യത്യാസം വരുന്നതെന്നറിയാം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചിലർക്ക് ഡയറക്ഷൻ ടെസ്റ്റ് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ പിക്ചർ ആക്കി ചെയ്യുന്ന മെത്തേഡാണ് ഓൾമോസ്റ്റ് നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. ചിലർക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി റൈറ്റും ലെഫ്റ്റും ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ഇച്ചിരി താമസം എടുക്കും. അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ് കൂടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ സ്പീഡ് ഇംപ്രൂവ് ആയിക്കോളും. ഓക്കെ, അപ്പൊ 7 ഡേയ്സ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? മിസ്ലേനിയസ് സെറ്റ് ആക്കുക. 20 മിനിറ്റിൽ മാക്സിമം 7 to 8 മിനിറ്റ്സേ നമ്മൾ എന്തിനെടുക്കാൻ പാടുള്ളൂ? മിസ്ലേനിയസ് ടോപ്പിക്സ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് എടുക്കാൻ നിങ്ങൾ മാക്സിമം 7 to 8 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. കാരണം അപ്പുറത്ത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. അതിന് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് 12 or 13 മിനിറ്റ്സ് നമുക്ക് കിട്ടണം, അല്ലെ? അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്പീഡായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതങ്ങ് പഠിക്കാൻ പറഞ്ഞേ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാരലലി ഇതിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ആദ്യം തുടക്കം അങ്ങോട്ടാകുമ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒറ്റ സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ട സഫീഷ്യന്റ് ടൈം എപ്പോഴും നമുക്ക് കൊടുക്കാം. നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ട ഒരു സഫീഷ്യന്റ് ടൈം നമുക്ക് കൊടുക്കാതെ വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ മിസ്ലേനിയസ് ടോപ്പിക്സ് ഓക്കെ ആയല്ലോ. ഇതെങ്ങനെ പഠിക്കും? ഇതില് നമുക്ക് ഡയറക്ഷൻ ടെസ്റ്റ് ഒഴിച്ചുള്ള ഓൾമോസ്റ്റ് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ റീസണിങ്ങിന്റെ രാജാവാണ് ആരെന്ന് പറയുന്നത്? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് പസിൽസ് ഉണ്ട് നോക്കാം. പസിൽസ് എന്ന് പറഞ്ഞാലേ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ടോപ്പിക്കാണ്. പസിൽസിന്റെ മീനിങ് തന്നെ ടു കൺഫ്യൂസ് എന്ന, സംതിങ് ഫീൽ ടു ബി കൺഫ്യൂസ്ഡ്. നമ്മളെ കൺഫ്യൂസ് ആക്കുന്നത് എന്തോ അതിനെ നമുക്ക് പസിൽസ് എന്ന് വിളിക്കാം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 ടൈപ്പ് പസിൽസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലാസ്സസ് ഇവിടെ പോകുന്നത് ഈ ഓരോ ടൈപ്പ് പസിൽസിനും 2 or 3 or 4 hours വെച്ച് പോയിട്ടാണ്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ ടൈപ്പും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ 7 ദിവസം കൊണ്ട് മിസ്ലേനിയസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 8ാമത്തെ ദിവസം നിങ്ങൾ പസിൽസിലേക്ക് വരുമ്പോ ഓരോ ടൈപ്പ് പസിൽസിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓരോ ടൈപ്പ് പസിൽസിന്റെയും ഇങ്ങനെ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിൽ ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും ബോക്സ് ടൈപ്പ് പസിൽസ് എങ്ങനെയാ, ഫ്ലോർ ടൈപ്പ് പസിൽസ് എങ്ങനെയാ, സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെയാ, ഇതെല്ലാം യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്രോച്ച് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ IBPS POയുടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് തന്നെയാണോ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ഉറപ്പ് വരുത്താൻ പറ്റും. ഓക്കെ, സ്വയം നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്താം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസ് വേണ്ട. ബോക്സ് പസിൽസ് ഉണ്ട്, ഫ്ലോർ ഓർ ലിഫ്റ്റ് ബേസ്ഡ് പസിൽസ്, മന്ത് ഓർ ഡേ ബേസ്ഡ് പസിൽ, ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ, പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏജ് പസിൽസ് ആൻഡ് ടാബുലർ പസിൽസ്. ഇത് ഇത്രയും ഒരു 8 ടൈപ്പ് പസിൽസ് ആണ് എന്ന് നമുക്ക് പറയാം. ടാബുലർ പസിൽസ് ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഡിഫറെന്റ് ടൈപ്പ് പറയുന്നത് നമുക്കൊരു 7 ടൈപ്പ് പസിൽസ് പറയാം. ഈ പസിൽസ് എല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട് ചെയ്യണം.
ഓക്കെ, മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ തന്നെ പസിൽസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റും. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്കൊരു 6 ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. ലീനിയർ, സർക്കുലർ, സ്ക്വയർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ ആൻഡ് പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളോട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം 7 പസിൽസും ഒരു 6 സീറ്റിംഗ് അറേഞ്ച്മെന്റിലൂടെ ടോട്ടൽ 13 പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എനിക്ക് പറയാം അല്ലെ. നേരത്തെ ഒരു 6 മിസ്ലേനിയസ് ടോപ്പിക്കും ഉണ്ട് അല്ലെ. 6 മിസ്ലേനിയസ് ടോപ്പിക്കിന് നമ്മൾ ഒരു 7 ദിവസം സമയം പറഞ്ഞു, കാരണം സിലോജിസത്തിന് ഒരു 2 ദിവസം സമയം നമ്മൾ കൊടുത്തതാ. അപ്പൊ ടോട്ടൽ ഈ ഓരോ ടൈപ്പ് പസിൽസും നിങ്ങൾ ഓരോ ദിവസം വെച്ച് നോക്കിയാലും 13 7 20 ദിവസം കൊണ്ട് നമ്മുടെ പ്രിലിംസിന്റെ എൻറ്റയർ സിലബസ് നമുക്ക് തീർക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ല, ഓരോ ടൈപ്പ് പസിൽസിനും നിങ്ങൾ ഓരോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസിലൂടെ ഒന്ന് കടന്നു പോകാം. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് നമുക്ക് സ്പീഡ് വേണം അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാം 20 മിനിറ്റിലാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു 7 to 8 മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ 7 മിനിറ്റ്സ് എടുത്ത് മിസ്ലേനിയസ് തീർക്കണം. എങ്കിൽ മാത്രമേ ബാക്കി 12 or 13 മിനിറ്റ്സ് നിങ്ങൾക്ക് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് കിട്ടൂ. അതിൽ തന്നെ ഡിഫിക്കൽട്ട് പസിൽസ് ഉണ്ടാവും, ഈസി പസിൽസ് ഉണ്ടാവും. ഈസി പസിൽസ് പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റണം. അപ്പൊ ഇത് ഈസി പസിൽ ആണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പസിൽസ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കണം. അതിന് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റൂ. ഈ 20 ഡേയ്സും നിങ്ങൾ ഓരോ ദിവസവും ഓരോ പസിൽസ് ചെയ്യുമ്പോഴും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകണം. അപ്പൊ 20 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യല്ലേ, പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 10+ ഡേയ്സ് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഒരു IBPS PO എയിം വെച്ച് ഈ ഒരു സിലബസ് 20 to 25 ഡേയ്സ് എടുത്ത് നിങ്ങൾ തീർത്താൽ മുന്നോട്ട് വരുന്ന എക്സാംസിന് ഉറപ്പായിട്ടും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യില്ലേ. പിന്നെ നിങ്ങൾക്ക് സിലബസ് കോൺസെപ്റ്റും എല്ലാം മനസ്സിലായി, പിന്നെ നിങ്ങൾ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ചിലർ ആദ്യമായിട്ട് പസിൽസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം എടുക്കും. 1 വേരിയബിൾ പസിൽസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. ഇതിപ്പോ ഞാൻ ഈ സിലബസ് ഒന്ന് കണ്ടുപോകാൻ എടുത്ത സമയമാണ് ഈ പറഞ്ഞത് അല്ലെ. പക്ഷേ നമ്മൾ അത് എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് ക്ലർക്ക് ആണെങ്കിൽ 1 വേരിയബിൾ ക്വസ്റ്റ്യനും PO ആണെങ്കിൽ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കാം. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എന്താ ഈ 1 വേരിയബിൾ ആൻഡ് 2 വേരിയബിൾ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല. നമുക്കിപ്പോ ഒരു ബോക്സിന്റെ അറേഞ്ച്മെന്റ് ആണെന്ന് വെച്ചോ. സാധാരണ ഒരു ബോക്സിന്റെ അറേഞ്ച്മെന്റ് മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 1 വേരിയബിൾ. പക്ഷെ ചിലപ്പോൾ നമ്മളോട് ഈ ബോക്സസിന്റെ കളർ പറയും, അല്ലെങ്കിൽ ഇന്ന ബോക്സസിൽ ഇന്ന ഐറ്റംസ് ഉണ്ടെന്ന് പറയും. അപ്പൊ അതുകൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ അത് 2 വേരിയബിൾ ആയി. PO എക്സാം ആകുമ്പോൾ ഉറപ്പായിട്ടും 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കണം. കുറേ വീഡിയോസ് ഞാൻ യൂട്യൂബിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആ സിലബസ് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ബോധ്യം വരും, ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പറ്റില്ല, ഡെയിലി ബേസിസ് ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഡെയിലി ഒരു 20 പസിൽസ് ചെയ്യാൻ റെഡിയാണോ? ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഒരു മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പ് ഞാൻ തരാം, റീസണിങ് നിങ്ങൾക്ക് ക്ലർക്ക് ആണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. PO ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 30+, ഇപ്പൊ 40-ലാണെങ്കിൽ 35+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡെയിലി നിങ്ങൾ ഒരു 20 പസിൽസ് മിനിമം ചെയ്യണം. പ്രിലിംസ് പസിൽസ് അതിന്റെ കാര്യമാണ് പറഞ്ഞത്. പസിൽസിന് സ്പീഡ് ഇല്ല, പസിൽസ് എനിക്ക് ഭയങ്കര താമസമാണ് എന്ന് പറയുന്നവരോടാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിലിംസിന്റെ ടോപ്പിക്. ഒരു 7 പസിലും 6 സീറ്റിംഗ് അറേഞ്ച്മെന്റും പ്ലസ് 6 മിസ്ലേനിയസ് ടോപ്പിക്കും. അതിൽ സിലോജിസും ഒക്കെ നല്ല രീതിയിൽ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും തെറ്റില്ല എന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തണം. അപ്പൊ നിങ്ങൾ പ്രിലിംസ് ഓക്കെയാ. ഇനി ഇതിന്റെ മെയിൻസ് എന്നാ വരുന്നേ? ഇതിന്റെ മെയിൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ 12-നാണ്. അപ്പൊ ഓഗസ്റ്റ് 17, 23, 24 കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ 1 മാസമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഈ ഒക്ടോബർ 12-ന് നമുക്ക് IBPS POയുടെ മെയിൻസും ഉണ്ട്. അതേപോലെ തന്നെ ഒക്ടോബർ ആ ഒരു വീക്കിൽ നമുക്ക് IBPS ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാമും വരുന്നുണ്ട്. അപ്പൊ ഈ പഠിച്ചതൊക്കെ നമുക്ക് അവിടെയും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നമ്മൾ മെയിൻസ് നോക്കണം. പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം, ബാങ്കർ ആകുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അല്ലെ, ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? മെയിൻസിന് എല്ലാവരും പ്രിലിംസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആസ്പിരൻസിന് വളരെ കുറച്ച് മാർക്കിന് മെയിൻസിന് പോകുന്നത്.
അല്ലെങ്കിൽ മെയിൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. മെയിൻസിന് പ്രാധാന്യം കൊടുക്കണം, മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ മെയിൻസിന്റെ സിലബസ് എന്താ നോക്കിയാലോ നമുക്ക്. ഇനി നമുക്ക് മെയിൻസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഇവിടെയും ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. റീസണിങ് നോക്കിക്കേ, 60 ക്വസ്റ്റ്യൻ അല്ല, ഇപ്രാവശ്യം 40 ക്വസ്റ്റ്യനും 60 മാർക്കും ആണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 40ഉം മാർക്ക് 60 മാർക്കും. പക്ഷെ സമയം നമുക്ക് 50 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് റീസണിങ്ങിന് തന്നെയാണ്. അതേപോലെ ജനറൽ അവയർനെസ്സിനാണെങ്കിൽ 35 ക്വസ്റ്റ്യൻ 50 മാർക്ക്, സമയം 25 മിനിറ്റേ ഉള്ളൂ. അതേപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ മാത്സ് 35 ക്വസ്റ്റ്യൻസും 50 മാർക്സും 45 മിനിറ്റ് സമയം. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35 ക്വസ്റ്റ്യനും 40 മാർക്സും, ടൈം 40 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം 160 ആണ്. അതിനുശേഷം പിന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വരും. 2 ക്വസ്റ്റ്യൻ 25 മാർക്ക് 30 മിനിറ്റ്. ടോട്ടൽ മാർക്ക് 200 തന്നെ 160 മിനിറ്റ് ആണ് നമ്മളുടെ സമയം. ടോട്ടൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 145 ആ. നമ്മുടെ റീസണിങ്ങിന്റെ കേസ് നോക്കിയാൽ 40 ക്വസ്റ്റ്യനും 60 മാർക്കും 50 മിനിറ്റും മാത്രമാണ് നമുക്ക് ടൈം കിട്ടുക. എങ്കിൽ പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് സെയിം ആണോ? അല്ല. പക്ഷേ മെയിൻസിന്റെ സിലബസിലേക്ക് വരണമെങ്കിൽ പ്രിലിംസിന് നല്ല അടിത്തറ ഉണ്ടായിരിക്കണം. ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെയും ഞാൻ രണ്ടായിട്ട് തന്നെ തരംതിരിച്ചു പറയും, മിസ്ലേനിയസ് എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നും. കാരണം പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്. അതേപോലെ തന്നെ മിസ്ലേനിയസും. അപ്പൊ മിസ്ലേനിയസിന്റെ ടോപ്പിക്സ് സെയിം ആണോ? അല്ല. ഈ ടോപ്പിക്സ് ഒക്കെ തന്നെയുണ്ട്, പക്ഷെ അത് ബേസിക് ആയിട്ടല്ല ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഡയറക്ഷൻ ടെസ്റ്റ്, ബേസിക് ഡയറക്ഷൻ ടെസ്റ്റ് ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ അത് കോഡഡ് ഡയറക്ഷൻ ആകും. ബേസിക് ബ്ലഡ് റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ കോഡഡ് ബ്ലഡ് റിലേഷനും ചോദിക്കും, ബ്ലഡ് റിലേഷൻ പസിൽസും ചോദിക്കും. ബേസിക് ബ്ലഡ് റിലേഷൻ നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലുള്ളതും ചോദിക്കാം. ദെൻ ഇന്നിക്വാളിറ്റി, ബേസിക് ഇന്നിക്വാളിറ്റി ആണ് പ്രിലിംസിലെങ്കിൽ കോഡഡ് ഇന്നിക്വാളിറ്റിയാ മെയിൻസിൽ വരിക. ബേസിക് സിലോജിസം ആണ് പ്രിലിംസിന് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ കോഡഡ് സിലോജിസം ചോദിക്കും. അതുകൂടാതെ നമുക്ക് റിവേഴ്സ് സിലോജിസവും ചോദിക്കും. കോഡഡ് സിലോജിസവും അതേപോലെ തന്നെ റിവേഴ്സ് സിലോജിസവും ചോദിക്കും. ദെൻ പിന്നെ നോക്കിക്കേ, കോഡിംഗ് ഡീകോഡിംഗ്, മെയിൻസ് ലെവൽ കോഡിംഗ് ഡീകോഡിംഗ്, ചൈനീസ് കോഡിംഗ് അല്ല ചോദിക്കുക, മെയിൻസ് ലെവൽ കോഡിംഗ് ഡീകോഡിംഗ് ആ ചോദിക്കുക. ദെൻ ആൽഫ ന്യൂമറിക് സീരീസ്, മെയിൻസ് ലെവൽ ആൽഫ ന്യൂമറിക് സീരീസ്, സാധാ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ അല്ല. ദെൻ ഇത് ഇത്രയും നമ്മൾ പഠിച്ച ടോപ്പിക്സ്, പ്രിലിംസിൽ പഠിച്ചതിന്റെ ഇച്ചിരി കൂടെ കൂടിയ വേർഷൻ ആണ് ചോദിക്കാം. ഇനി താഴോട്ടുള്ള ടോപ്പിക്സ് നമുക്ക് പ്രിലിംസിന് ഇല്ലാത്ത ടോപ്പിക്സാ, പക്ഷെ അത് മെയിൻസിന് വരും. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ രാജാവെന്ന് തന്നെ വിളിക്കാം, ഇൻപുട്ട് ഔട്ട്പുട്ട്. എല്ലാ മെയിൻസിനും, ഏത് മെയിൻസ് നിങ്ങൾ എടുത്തോ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഷോർട്ട് ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മെയിൻസിന് ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, മെയിൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെയിലി ഒരു ഹൈ ലെവൽ പസിൽ, ഡെയിലി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഡെയിലി ഡേറ്റ സഫിഷ്യൻസി. നിങ്ങൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്തോ, അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പസിൽസും ഇൻപുട്ട് ഔട്ട്പുട്ടും ഡേറ്റ സഫിഷ്യൻസിയാണ്. ദെൻ മിസ്ലേനിയസും ചോദിക്കും. ഇവിടെ നോക്കിക്കേ, ദെൻ ഡേറ്റ സഫിഷ്യൻസി വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ദെൻ കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് അതിനെ പറയാം. ദെൻ ബൈനറി കോഡിംഗ്, ദെൻ ക്രിട്ടിക്കൽ റീസണിംഗ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. POയ്ക്ക് അച്ചിരി കുറവാണ്, പക്ഷെ ക്ലർക്കിനൊക്കെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന പാർട്ടാണ് ക്രിട്ടിക്കൽ റീസണിംഗ്. ദെൻ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, എങ്ങനെ, അതായത് നമ്മളെ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതുവരെ കാണാത്തത് എങ്ങനെയാ ചെയ്യുക? അതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും, ഡെഫിനറ്റ് ആയിട്ടും പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ മിസ്ലേനിയസ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസം എടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഓരോന്നിൻ്റെയും ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കണം. അത് ആ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. മറ്റതുപോലെ തന്നെ നിങ്ങൾ പ്രിലിംസിന് ശേഷം സ്റ്റാർട്ട് ചെയ്തോളാം. ബിഗിനേഴ്സ്, ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ടോപ്പിക്സ് ഒക്കെ ഇപ്പൊ അറിയാമായിരിക്കും. പക്ഷെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തോണം, ഈ മന്ത് പ്രാക്ടീസ് ചെയ്തോണം. കാരണം ഓഗസ്റ്റ് ഫസ്റ്റ് 2 വീക്സ് നമുക്ക് പ്രിലിംസിനായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, യെസ്. അങ്ങനാണെങ്കിൽ ഇനി മെയിൻസ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താ? പ്രിലിംസിന് നമ്മൾ പറഞ്ഞ പസിൽസ് ഇല്ലേ, ഇതെല്ലാം തന്നെ മെയിൻസിന് ചോദിക്കാം. ഇന്നതെന്ന് പറയാൻ പറ്റില്ല, ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ പ്രിലിംസ് വരുമ്പോൾ നമുക്ക് 2 വേരിയബിൾ വരെ ചോദിക്കൂ. മെയിൻസിലേക്ക് വരുമ്പോൾ 2 വേരിയബിൾ മാത്രമല്ല, 3 വേരിയബിളും 4 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പ്രത്യേകിച്ച് PO ആകുമ്പോൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ കൂടുതലായിരിക്കും, പസിൽസിന്റെ ലെവൽ കൂടുതലായിരിക്കും.
പിന്നെ ഇൻഡിവിജ്വൽ മാത്രമല്ല കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലഡ് റിലേഷൻ പസിൽ വരുമെന്ന്. ഇപ്പൊ നമ്മളോട് ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പറയും. ഇവിടെ ഇപ്പോ ഒരു 8 പേരിരിക്കുക, ഇതിന്റെ ബ്ലഡ് റിലേഷനോടെ മിക്സ് ചെയ്തിട്ടുള്ള പസിലായിരിക്കും വരിക. ഇപ്പൊ നമ്മളോട് പറയും ഇവിടെ ഇരിക്കുന്ന ആള് എന്ന് പറയുന്നത് എയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളെ നമുക്കറിയില്ല, എയുടെ സിസ്റ്റർ ഇൻ ലോ ആരാണെന്ന് നമുക്കറിയില്ല. അപ്പൊ കണ്ടീഷൻസ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇതിനകത്ത് ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റും വേണമെങ്കിൽ ഇതിന് പുറത്തൊരു റെക്ടാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റൂടെ മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാം. ഇതെല്ലാം ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിന്റെ ഡിഫറെന്റ് ടൈപ്പാണ് ഞാൻ ഈ പറഞ്ഞ്. പസിൽസ് എങ്ങനെ വേണമെങ്കിലും വരാം. നമുക്ക് ഓരോ ടൈപ്പ് എന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാം. ബോക്സ് വരാം, ഫ്ലോർ വരാം, മന്ത് വരാം, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ വരാം, ഏത് വേണമെങ്കിലും വരാം. ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് ഹൈ ലെവൽ പസിൽസ് നമ്മൾ ഡെയിലി ബേസിസിൽ ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും ഡെയിലി ഒരൊറ്റ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ, ഒരെണ്ണം. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ പ്രിലിംസിന് നമുക്ക് ഉറപ്പായിട്ടും 15+20 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? സോ മെയിൻസ് ലെവൽ പസിൽസ് നിങ്ങൾ ഡെയിലി ഒരെണ്ണം ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി കൂടും. പ്രിലിംസിന് സ്പീഡാണ് മുഖ്യമെങ്കിൽ മെയിൻസ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. വലിയ പസിൽസ് ഒക്കെ കാണുമ്പോൾ ക്ഷമയോട് കൂടിയിട്ട് അത് വായിച്ച് കണ്ടീഷൻസ് എഴുതി സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എൻറ്റയർ സിലബസ് വാട്ട് ഈസ് റീസണിങ് അല്ലെങ്കിൽ ബാങ്ക് എക്സാമിന് എങ്ങനെയാണ് റീസണിങ് ചോദിക്കുന്നത് എന്നുള്ളൊരു ബേസ് ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇപ്പൊ മെയിൻസ് പസിൽസ് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. മിക്സഡ് ക്വസ്റ്റ്യൻസ് വരാം, ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് തന്നെ, 3 വേരിയബിളും 4 വേരിയബിൾ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഇത്രയാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ പ്രിലിംസ് നിങ്ങൾ കഴിഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഒരു 20 ഡേയ്സ് എടുത്ത് പ്രിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് 20 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഓഗസ്റ്റ് ആ ഒരു ടൈമിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പം എക്സാമിന്റെ പ്രിലിംസ് എക്സാമിന്റെ തലയാഴ്ച നിങ്ങൾ മെയിൻസ് ഒന്നും നോക്കണ്ട, പ്രിലിംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ മെയിൻസിന്റെ ഓരോ ടോപ്പിക്സ് ആയിട്ട് മിസ്ലേനിയസും ചെയ്യണം, പസിൽസും ചെയ്യണം, പാരലൽ ആയിട്ട് കൊണ്ടുപോകണം. മറ്റേത് ഞാൻ മിസ്ലേനിയസ് കഴിഞ്ഞിട്ടാണ് പസിൽസിലേക്ക് വന്നത്, കാരണം നിങ്ങൾ ആ ഒരു ഓർഡറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഇപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ബേസ് ആയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻസിന്റെ പസിൽസും അതേപോലെ തന്നെ മിസ്ലേനിയസും ഒരേപോലെ തന്നെ പാരലൽ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മൾ എന്ന് ജോലി കിട്ടുന്നോ അന്ന് വരെ നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്പീഡ് നിലനിർത്താൻ നമുക്ക് പറ്റൂ. അപ്പൊ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ. ഇനി എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും? ഞങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒന്നും അറിയില്ല, എങ്ങനെ എവിടുന്ന് തുടങ്ങണം, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാ പഠിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈലം ബാങ്കിങ് ടീമിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്, റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല. എല്ലാം ലൈവ് ആണ്. പക്ഷെ ആ ലൈവിന്റെ എല്ലാ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബാച്ചിൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ എല്ലാം ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. മാക്സിമം പറ്റുന്നവരൊക്കെ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നവരൊക്കെ ലൈവിന് വരാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മുടെ റീസണിങ്ങിന്റെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോവുക, പ്രിലിംസിന്റെ ടോപ്പിക്സ് മുന്നോട്ടേക്ക് പോവുക, എങ്ങനെ പഠിക്കണം, ഓരോ ദിവസവും ഈസി മെത്തേഡ് എന്താണ്, അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ചാണ് IBPS SBI ടാർഗറ്റ് ബാച്ച്. ജനുവരി 31 വരെ നമ്മുടെ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഈ വർഷം വരുന്ന എല്ലാ എക്സാംസിനും നമ്മളുടെ കട്ട സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് പ്രിലിംസിന് മാത്രമല്ല, പ്രിലിംസ് മെയിൻസ് 100% നമ്മൾ സിലബസ് കവർ ചെയ്യും. അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന എല്ലാ എക്സാംസിനും ഇതിനും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, യെസ്. എങ്കിൽ ഇനി നമുക്ക് ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് മെയിൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഇന്റർവ്യൂവിനും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാത്തിനുമുള്ള സപ്പോർട്ട് നമ്മുടെ സൈലം ബാങ്കിങ് ടീം നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെയും ഓരോ ക്ലാസ്സസ് വെച്ചേ ആയിട്ടുള്ളൂ. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത റെഗുലർ ബാച്ച് ഈ മാസം 23-ന് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വരാൻ പറ്റുന്നവരെല്ലാം ഓഫ്ലൈൻ ആയിട്ട് വരിക.
നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് 23-ന്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, 23-നാണ് നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ആ 23 മുതൽ 30 വരെ നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. 23 മുതൽ 30-ാം തീയതി വരെ നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താലും മതിയായിരിക്കും. 23 to 30 വരെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്, അതേപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 6 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി നമ്മുടെ സിലബസ് കവർ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങളെ ഇന്റൻസീവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അഡീഷണൽ ഒരു 3 months, അങ്ങനെ ടോട്ടൽ 9 months ആണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 23-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ കോഴിക്കോട്ടേക്ക് പോന്നോളുക. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. എങ്ങനെ പഠിച്ചാലും നന്നായിട്ട് പഠിക്കുക. ഈ വർഷം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം 50,000-ലധികം വേക്കൻസീസുമായിട്ടാണ് നമ്മുടെ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് മേഖല റിക്രൂട്ട്മെന്റുമായിട്ട് വരാൻ പോകുന്നത്. സോ ഈ ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. സോ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.